എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ക്ലാരിടെക് ഇൻഫോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ചാരുമൂട്ടിലാണ്. 27 ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയർ ഉൾപ്പെടെ 3 ബെഡ്റൂം അടങ്ങിയ വീടിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ. ബാക്കി വിശേഷങ്ങളെല്ലാം നേരിട്ട് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം ചാരുമൂട് എത്തിയിരിക്കുകയാണ് നമ്മുടെ വർക്കിൻ്റേത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊരു 3 ബെഡ്റൂമും 2 ബാത്റൂമും, ഒരു ഹാള്, ഒരു ഡൈനിങ് ഏരിയ, ഒരു നോർമൽ കിച്ചൺ, ഒരു വർക്ക് ഏരിയ, പിന്നെ ഒരു സ്റ്റെയറിംഗ് ഉണ്ട്. ഇതിൽ ഉൾപ്പെടുന്ന ഒരു കൊച്ചു ഭവനാണ്. നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ് വന്നത്? മൊത്തത്തിൽ ഒരു 27 ലക്ഷം രൂപ ഇന്റീരിയർ ഉൾപ്പെടെ 27 ലക്ഷം രൂപ. ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ എത്ര നാൾ കൊണ്ട് ഇത് വർക്ക് ഫിനിഷ് ചെയ്തു? ഒരു 4 മാസം കൊണ്ട് ഫിനിഷ് ചെയ്തു. ഓക്കെ. അപ്പം 3 ബെഡ്റൂമും 2 ബാത്റൂമും, ഒരു ലിവിംഗ് ഹാൾ, ഒരു ഡൈനിങ് ഹാൾ, പിന്നെ കിച്ചൺ വർക്ക് ഏരിയ. ഓക്കെ. വീടിൻ്റെ ആവശ്യമായതല്ലേ? അതെങ്ങനെയാണ് അരുണിലേക്ക് വർക്ക് കൊടുക്കാനുള്ളൊരു തീരുമാനം ആക്കിയത്? എങ്ങനെയാണ് അത്? ചാനൽ യൂട്യൂബ് ചാനൽ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചാനലിൽ അരുണിൻ്റെ കുറേ വർക്കുകൾ ചെയ്തിട്ടുള്ളത് കണ്ടായിരുന്നു. അപ്പം അങ്ങനെ അരുണിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലെ ഞങ്ങളുടെ വർക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് അപ്പം അരുണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെയാണ്? അല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ അരുണോട് പറഞ്ഞു, നമുക്ക് ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം അരുൺ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി നമുക്ക് തരിക ചെയ്തേ. അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യാം. എത്ര നാളിനുള്ളിൽ നമുക്ക് ഇപ്പോൾ അത് ഒരു 6 മാസമാണ് പറഞ്ഞത്, പക്ഷെ 4 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തന്നു. ഓക്കെ. മെറ്റീരിയൽസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തെല്ലാം നിങ്ങളോട് തന്നെ സജസ്റ്റ്? അതെ, എല്ലാ മെറ്റീരിയൽസ് നമ്മൾ ചോദിച്ചു. നേരത്തെ നമുക്ക് എഗ്രിമെന്റ് കൂടെ ഉണ്ടായിരുന്നു, അത് നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സാധനങ്ങളിട്ട് തന്നെ നമ്മളെ കൺസ് ചെയ്തിപ്പിച്ച് തന്നെയാണ് ചെയ്തത്. നിങ്ങൾ ഉദ്ദേശിച്ച രീതി തന്നെ? അതെ, ഞങ്ങൾ ഉദ്ദേശിച്ചത് വളരെ മികച്ച രീതിയിൽ ചെയ്തതാണ്. ഓക്കെ. ഇങ്ങനെ തന്നെയായിരുന്നു നമ്മളെ പ്രതീക്ഷ കൂടുതൽ ഉണ്ടായിരുന്നു. ഇത്രയും പ്രതീക്ഷ ഇല്ല. നല്ല റിസൾട്ട് വന്നു. ഓക്കെ. ഈ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ എന്തൊക്കെയാണോ? ഫ്രണ്ട് ഏരിയയിൽ നമ്മളൊരു അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് യൂസ് ചെയ്തേക്കുന്ന ടൈൽസ് എന്ന് പറഞ്ഞാൽ 4x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. അത് കൂടാതെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിന്റെ 2 ഇരുവശത്തായിട്ട് നമ്മൾ ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സിറ്റ് ഔട്ടിന്റെ 2 ഇരുവശത്തെ ഭിത്തികളിലായിട്ട് നമ്മൾ ടെക്സ്ചർ വർക്ക്, അത്യാവശ്യം ഒരു ഭംഗിക്ക് വേണ്ടി 2 ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഫ്രണ്ട് എലിവേഷനിലുള്ള ജനലുകളെല്ലാം നമ്മൾ പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് അല്ലേ? ലാൻഡ് കുറച്ച് ഇവിടെ കൂടുതലുണ്ടല്ലേ? ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഗാർഡനും കാര്യങ്ങളും ഫ്രണ്ട് ഏരിയ നമുക്ക് കുറച്ചുകൂടെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ചെയ്താലും വൃത്തിയാവുന്ന ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ. വെന്റിലേഷൻ കഴിഞ്ഞ് നമ്മൾ ഇൻസൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിലായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് TV ആയിട്ടാണ്. ഒരു 360 ഡിഗ്രിയിൽ നിന്ന് കറങ്ങുന്ന ടൈപ്പിലുള്ള TV. അതായത് ഡൈനിങ് ഇരിക്കുന്നവർക്കും ജസ്റ്റ് കാണാം, കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർക്കും ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു കോർണർ സെറ്റ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ സീലിംഗും ചെയ്തിട്ടുണ്ട്. കിച്ചൺ സീലിംഗ് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല, ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശരി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഡൈനിങ് പോർഷനിലോട്ടാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് ഡൈനിങ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ലിവിംഗിൽ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റോട്ടല്ല ഡൈനിങ്ങിലോട്ട് വന്നത്. ചെറിയൊരു ഏരിയ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഡൈനിങ് പോർഷനിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതുകൂടാതെ നമ്മളൊരു സെന്റർ, നമ്മുടെ ഒരു ഡൈനിങ് പോർഷന്റെ സെന്റർ ഭിത്തിയിലായിട്ട് നമ്മളൊരു ചെറിയൊരു വാഷ് കൗണ്ടറും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറും അതിൻ്റെ അകത്ത് ചെറിയ ലൈഫ് പോയിന്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ലിവിംഗ് സെറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മളെ സീലിംഗിനായിട്ട് നമ്മൾ ജിപ്സം സീലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും നോർമൽ ജിപ്സം സീലിംഗ് ആണ്. എന്നാൽ വലിയ ഹെവിയും ഇല്ല, എന്നാൽ നോർമൽ ഇല്ലാത്തൊരു മീഡിയം ടൈപ്പ് ആയിട്ടുള്ള ജിപ്സം സീലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സ്റ്റെയർ, അത് നമ്മൾ ഡയറക്റ്റ് കയറി നമ്മൾ ഹാളിൽ തന്നെയാണ് നമ്മൾ സ്റ്റെയർ യൂണിറ്റും വരുന്നത്. സ്റ്റെയർ യൂണിറ്റിന്റെ അടിയിൽ തന്നെയാണ് നമ്മളൊരു കോമൺ ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോർമൽ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ. അതായത് ലോക്കോട്ടി കാര്യങ്ങളൊന്നുമില്ല. ക്ലയൻസിനെ കൊണ്ടുപോയി ക്ലയൻസിന് ഇഷ്ടപ്രകാരമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടൈലായാലും അതിൻ്റെ എല്ലാവരും നമ്മൾ കൊണ്ടുപോയിട്ടാണ്. അതെ, ഫിറ്റിംഗ്സ് ആയാലും നമ്മൾ ക്ലയൻസിനെ കൊണ്ടുപോയിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ? അതെ.
മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ 4x2 ടൈൽ വെർട്ടിഫൈഡ് ടൈൽസ് മാത്രമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ എല്ലാത്തിലും നമ്മൾ എപ്പോക്സി യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോക്സി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ബെഡ്റൂംസിലെല്ലാം നമ്മൾ 3 ഭിത്തികളിൽ സ്റ്റെയിനർ യൂസ് ചെയ്തിട്ട് 3 ഭിത്തികളുടെ ഒരു കളറും ബെഡ്, അതായത് നമ്മുടെ ബെഡ് വെക്കുന്ന ഒരു ഭിത്തിയിൽ നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു കളർ, ഒരു ഹൈലൈറ്റിംഗ്. അതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ അല്ല, ഒരു ഹൈലൈറ്റിംഗിന് വേണ്ടിയിട്ട് ഒരു ബെഡ് തല വെക്കുന്ന ഒരു ഏരിയ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേഷൻ, ഒരു കളർ ഹൈലൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ ബെഡ് സ്വിച്ചും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് വശത്തായിട്ട് നമ്മളൊരു ബെഡ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, കോമൺ ബാത്റൂം പറഞ്ഞ പോലെ തന്നെ ഇത് അത്യാവശ്യം കോമൺ ബാത്റൂം പോലല്ല, ഇത് അത്യാവശ്യം കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. മറ്റേത് കോമൺ ബാത്റൂം എന്ന് പറഞ്ഞാൽ സ്റ്റെയറിന്റെ അടിയിലായതുകൊണ്ട് അത്യാവശ്യം കൺജസ്റ്റഡ് ആണ്. ഇത് കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ അതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ ഇതും ക്ലയന്റിന്റെ ഇഷ്ടപ്രകാരം ക്ലയന്റിന്റെ സെലക്ഷൻ പോലെ തന്നെയാണ് നമ്മളിതും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പൺ കിച്ചൺ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്ന ഹാളിൽ നിന്ന് തന്നെ പിന്നെ 2 ബെഡ്റൂംസ് കൂടെ ഉണ്ട്. 2 ബെഡ്റൂമുണ്ട്. ഈ 2 ബെഡ്റൂമിലും പഴയ ബെഡ്റൂം പറഞ്ഞ പോലെ തന്നെ 3 ഭിത്തികൾ നമ്മൾ ഒരു സെയിം കളറും ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു കളറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ബെഡ്റൂംസിലും നമ്മൾ ബെഡ് അലൈൻ ചെയ്യാനായിട്ട് 2 ജനലുകൾ കോർണറുകളിലാണ് അറേഞ്ച് ചെയ്തത്. എല്ലാ ബെഡ്റൂമിലും നമ്മൾ കോർണറുകളിലാണ് ജനൽ അറേഞ്ച് ചെയ്തത് ബെഡ് അലൈൻ ചെയ്യാനായിട്ട്. അതാകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ ബെഡൊക്കെ നമുക്ക് ഭിത്തിയോട് ചേർത്തൊക്കെ ഇടാൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ എല്ലായിടത്തും ബെഡ് ലാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെഡ് ലാമ്പായിട്ട് കൊടുത്തേക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലുള്ള, ബാക്കി എല്ലായിടത്തും ബെഡ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പോയിന്റ്സ് മാത്രമാണ്. ബാക്കി എല്ലാ ബെഡ്റൂംസിലും നമ്മൾ AC പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകും. അത് നമ്മൾ നേരെ വരുന്നത് കിച്ചണിലോട്ടാണ്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഓപ്പൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ടൈപ്പ് കിച്ചണാണ്. അത് കിച്ചണിൽ നമ്മൾ ഓപ്പൺ ടൈപ്പ് സെർവ് ചെയ്യാനായിട്ട് നമ്മളൊരു ഒരു വൈറ്റ് ഗ്രാനൈറ്റിന്റെ സ്ലാബും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മളൊരു 2 ഹാങ്ങിങ് ലൈറ്റ് അത്യാവശ്യം ഒരു പോഷ് ലുക്കൊക്കെ കിട്ടാനായിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കിച്ചണിൽ നമ്മൾ ബോട്ടത്തിൽ നമ്മളൊരു കിച്ചൺ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ബേസ് യൂണിറ്റ് എന്ന് പറയും. ബേസ് യൂണിറ്റും അതേപോലെ തന്നെ 2 വാൾ യൂണിറ്റും കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണ് സ്ലാബ് ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അതേപോലെ തന്നെ സിങ്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം മോഡേൺ ടൈപ്പ് ആയിട്ടുള്ള സിങ്കാണ്. കുറച്ചുകൂടെ വലിയ സിങ്ക് ഉണ്ടല്ലോ, അത്യാവശ്യം അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ കിച്ചണിൽ. അത് കഴിഞ്ഞ് കയറി വരുന്നത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ നമ്മൾ ബേസ് യൂണിറ്റിൽ കിച്ചൺ കബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസ് യൂണിറ്റ് കിച്ചൺ കബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ സ്ലാബ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അത് കൂടാതെ തന്നെ നമ്മൾ പുകയില്ലാത്തൊരു അടുപ്പും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ പോകുമ്പോൾ മൊത്തത്തിലൊരു നമ്മൾ ആ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നതാണ് ഫ്യൂച്ചറിൽ നമുക്ക് ഭാവിയിലായി നമുക്ക് പണിയാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അവർക്ക് ഇനിയും ഒരു 2 ബെഡ്റൂമോ 3 നമുക്ക് ഇതിന്റെ മുകളിൽ എടുക്കാം, ഒരു പ്രശ്നമില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മുകളിൽ വശം പണിഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം ക്ലയൻസിന്റെ, ഞാൻ പറഞ്ഞില്ലേ, ക്ലയൻസിനെ കൊണ്ട് കാണിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായാലും അവരോട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതോ അവരോട് നമ്മളൊരു അഭിപ്രായം ചോദിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ ചെയ്തപ്പോൾ പോലും നമ്മൾ അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. അതേപോലെ തന്നെ ജനൽ കാര്യം ചെയ്യാനായിട്ട് ഞാൻ അവരോട് അഭിപ്രായം ചോദിച്ചു. ഓരോ കാര്യങ്ങളായാലും അവരോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് നമ്മൾ കാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഏത് സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ സ്ഥലത്തെ ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഷോപ്പ് നോക്കുക. ആ ഷോപ്പ് നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. കാരണം നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ ആ നാട്ടിലുള്ള ഒരു ഷോപ്പ് അവർക്കൂടെ ഒരു കച്ചവടം കിട്ടുകയാണ്. അതേപോലെ തന്നെ അവരും വളരുകയാണ്, നമ്മളും വളരുകയാണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ സ്വിച്ചസ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹാളിൽ മൊത്തം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് മെഡലാണ്. ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെഗ്രാൻഡിൻ്റെയാണ്. അതേപോലെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് ലൂക്കറിന്റെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. നമ്മുടെ എഗ്രിമെന്റ് വോളിയത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ന സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എഗ്രിമെന്റ് എഴുതുന്നത് തന്നെ. ഓക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ശ്രീരാജ്.